നമസ്കാരം, BKM ടോക്സിലേക്ക് സ്വാഗതം. ഗ്യാപ്പ് ഉണ്ടാകരുതെന്ന് എപ്പോഴും ഞാൻ വിചാരിക്കും വീഡിയോ എടുക്കാൻ. പക്ഷേ സ്വാഭാവികമായിട്ട് എനിക്ക് എൻ്റെ വീഡിയോയിൽ ഇങ്ങനെ ഗ്യാപ്പ് വന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾ ക്ഷമിക്കുക. എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നല്ല ഒരു സപ്പോർട്ട് ഇത്ര നാളത്തെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിൽ നിങ്ങൾ എനിക്ക് തരുന്നുണ്ട്. അതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. പലപ്പോഴും ഷോർട്സ് ഇടുന്നതെല്ലാം ബ്ലോക്കായി പോവാണ്. കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂസ് വന്ന് ബ്ലോക്കായി പോവാണ്. അതുകൊണ്ടാണ് ഈ ഷോർട്സിലും ഞാൻ അധികം വരാത്തത്. പിന്നെ കുറച്ച് ഹെൽത്ത് പ്രോബ്ലം, കാല് സുഖമല്ല. അതുകൊണ്ട് തന്നെ എൻ്റെ കൂടെ ശിഖ, എൻ്റെ സ്റ്റുഡൻറ്റ്, ഞാൻ നിങ്ങൾക്ക് ക്ലാസ്സുകൾ പഠിപ്പിക്കുന്നത് അവൾ കാണിച്ചും കൂടെ തരും. ഓക്കെ. അപ്പോൾ എന്നോട് എല്ലാവരും ആവശ്യപ്പെട്ടതാണ് നവരാത്രിക്ക് ഒരു സോങ് സാറ് കമ്പോസ് ചെയ്ത് തരണം, ഞങ്ങൾക്ക് പഠിക്കാനാണെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനു വേണ്ടിയാണ് ഇപ്പോൾ ഞാൻ 1-2 പാട്ടുകൾ ഇനി ദേവിയുടെയാണ് ചെയ്തിടുന്നത് കേട്ടോ. അപ്പോൾ അതിൽ നേരത്തെ ഞാൻ ചെയ്തിട്ടിരുന്നു ദേവി നീയേ തുണൈ എന്നുള്ള പാട്ട് ഞാൻ ചെയ്തിട്ടിട്ടുണ്ട്. കാണാത്തവർക്ക് അത് കണ്ടു പഠിക്കാവുന്നതാണ് നവരാത്രിക്ക്. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് ഭാഗ്യത ലക്ഷ്മി ബാരമ്മ ആ പാട്ടാണ്. മധ്യമാവധി രാഗം, പുരന്ദരദാസ കൃതി, ആദ്യതാളം. രാഗം മധ്യമാവധി തന്നെയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ അതാണ്. അപ്പോൾ അതിൻ്റെ ലിറിക്സ് മീനിങ് വെച്ച് ഞാൻ പറയാം. 1-2 പാട്ട് നമ്മൾ ലിങ്കും കൊടുക്കാം ഡിസ്ക്രിപ്ഷനിൽ. നിങ്ങൾക്കതിൽ ഇഷ്ടമുള്ളതിൽ സ്വന്തമായിട്ട് നിങ്ങളൊന്ന് സെറ്റ് ചെയ്യണം കേട്ടോ. അടവുകൾ പറയാൻ മാത്രമേ എനിക്ക് പറ്റുള്ളൂ. ഓക്കെ. അപ്പോൾ അതിൻ്റെ ഞാൻ ഇന്ന് നമ്മൾ ഫോളോ ചെയ്യുന്ന പാട്ട് ഞങ്ങളെപ്പോഴും പ്രോഗ്രാമിന് ചെയ്യുന്നതാണ്. ജയശ്രീ സജീവ് അല്ലേ, ആ ഒരു സംഗീതജ്ഞ പാടിയ പാട്ടാണ്. വളരെ നല്ലതാണ്. നമുക്കൊരു ഡാൻസ് ചെയ്യാനായിട്ട് പറ്റുന്ന രീതിയിലാണ് അത് കിടക്കുന്നത്. കറക്റ്റ് റിഥമാണ്. അപ്പോൾ അത് നിങ്ങൾ കളിച്ചതായതുകൊണ്ട് അറിയാം അല്ലേ. അപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ് നമ്മളെപ്പോഴും സ്റ്റേജിലേക്ക് കയറി വരുന്ന രീതിയിലാണ്. 3, 4 ഇത്രയും വരെ നടന്നു വന്നു. ഓക്കെ. അതാണ് സ്റ്റാർട്ടിങ്. അതെങ്ങനെയായിരുന്നു നിങ്ങൾ? അല്ല വേണ്ട, കൈകൂപ്പി തന്നെ. ഭാഗ്യത ലക്ഷ്മി ബാരമ്മ നമ്മമ്മ നീ സൗഭാഗ്യത. അതിൻ്റെ റെപ്പറ്റീഷനാണ്. അപ്പോൾ 1, 2 കഴിഞ്ഞിട്ട് ഭാഗ്യത ലക്ഷ്മി ഇത് പിടിച്ചോ, കപിത്തം പിടിക്കും ഒരു കയ്യിൽ. ഭാഗ്യത ലക്ഷ്മി ബാരമ്മ. നല്ല അരമണ്ഡലത്തിലിരിക്കണം. കൈ കുറച്ചും കൂടെ വലിച്ചു പിടിക്കണം കേട്ടോ. ഇങ്ങനെ നമ്മൾ പിടിക്കുമ്പോൾ അർദ്ധചന്ദ്രൻ വേണ്ട. പതാക വെച്ച് നമുക്ക് അല്ലെങ്കിൽ സാധാരണ പോലെ കൈ വയ്ക്കാം. ഇത് നമ്മൾ ഇങ്ങനെ കൊടുക്കുമ്പോഴാണ് രണ്ടും അർദ്ധചന്ദ്രനായിട്ട് വയ്ക്കേണ്ടത്. അപ്പോൾ ഇത് ഇങ്ങനെ കൊടുക്കുക. ഇത് ലക്ഷ്മിയുടെ നമുക്കിങ്ങനെ വയ്ക്കാം. ഇത് ലക്ഷ്മിയാണ്, ഇത് ലക്ഷ്മിയാണ്, പൂക്കളാണത്, താമരപ്പൂ. കയ്യിൽ 2 പുഷ്പങ്ങളാണ്. അപ്പോൾ നമ്മളിങ്ങനെ പിടിക്കാം, ലക്ഷ്മി പിടിക്കാം. ഒരു കയ്യിൽ കപിത്തം പിടിച്ചിട്ട് താഴെ അർദ്ധചന്ദ്രൻ വയ്ക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ വയ്ക്കാം. അതായത് അഭയം എന്നുള്ള രീതിയിൽ നമുക്കിങ്ങനെ വയ്ക്കാം. ഇങ്ങനെ ഇത് പിടിക്കാം. ഒരു കയ്യിൽ മാത്രം താമര പിടിക്കാം, പൂ പിടിക്കാം. പിന്നെ ലക്ഷ്മിയുടെയൊക്കെ കയ്യിലുണ്ടോയെന്ന് അറിയില്ല, പക്ഷെ തത്ത പിടിച്ചിരിക്കുന്ന ഒരു ദേവിയുണ്ട്. അപ്പോൾ അത് ഈ മീനാക്ഷി ഒക്കെ കയ്യിൽ തത്ത പിടിക്കുക. അപ്പോൾ നമ്മളും ഇവിടെ ലക്ഷ്മിനെ കുറിച്ച് ആയതുകൊണ്ട് ലക്ഷ്മിയുടെ മുദ്ര പിടിക്കാൻ നോക്കുക. ഇത് ശരിക്കും പാർവതിയെ കാണിക്കുന്നതാണ്. പക്ഷെ വരദാഭയ മുദ്ര എന്നുള്ള രീതിയിൽ നമുക്ക് ലക്ഷ്മിയെയും കാണിക്കാം, ദേവി എന്നുള്ള അർത്ഥത്തിൽ എടുക്കാം കേട്ടോ. അപ്പോൾ ഭാഗ്യത ലക്ഷ്മി ബാരമ്മ. ഒന്നുമില്ല അങ്ങനെ, ഒന്നുമില്ല ഇങ്ങനെ. ക്ലിയർ? എന്നിട്ട് മുന്നോട്ട് നമ്മമ്മ നീ സൗ. മുമ്പോട്ടൊന്ന് കയറി വരിക. നമ്മമ്മ നീ സൗ. ഓക്കെ. പിന്നെ നോർമൽ രീതിയിലാണെങ്കിൽ നമ്മൾ തതയൊക്കെ ചെയ്ത് ഇത് ചെയ്യും. അതല്ലെങ്കിൽ നിങ്ങൾ 2-3 പേരൊക്കെ ഉണ്ടെങ്കിൽ ഒരാൾ ദേവിയായിട്ടങ്ങ് നിന്നാൽ മറ്റുള്ളവർക്ക് ദേവിയെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നത്, ഓർണമെൻറ്റ് ചെയ്യുന്നത് നമുക്ക് കാണിക്കാം കേട്ടോ. അപ്പം ഭാഗ്യത ലക്ഷ്മി ബാരമ്മ മാല ചാർത്തി നമ്മമ്മ നീ സൗഭാഗ്യത ലക്ഷ്മി ബാരമ്മ ഇങ്ങനെ ഉടുത്ത് മേൽഭാഗത്തേക്ക് ഇട്ടു. അത് വേണമെങ്കിൽ ചെയ്യാം. പിന്നെ മാല ഒരു ഇങ്ങനെ നമ്മൾക്ക് ഇയാളുടെ പുറകിലൂടെ വന്നിട്ട് ഇങ്ങനെ വച്ച് മാല ഇടുന്നത് കാണിക്കാം.
ഒരു ചെറിയ കിരീടം അതെടുത്ത് വയ്ക്കാം, പൂക്കളിടാം. ഇതെല്ലാം നമ്മളവിടെ ചെയ്ത ആ പല്ലവി ഭാഗം തീർക്കാം. അതല്ലെങ്കിൽ ചെയ്തോ 3, 4 ഭാഗ്യത ലക്ഷ്മി ബാരമ്മ നമ്മമ്മ നീ സൗ. അതൊന്ന് നമ്മമ്മ നീ സൗ നമ്മമ്മ നീ നമ്മമ്മ നീ സൗ. അടുത്തത് ആഗ്രഹങ്ങള്, അതായത് നമ്മുടെ ഭാഗ്യത ലക്ഷ്മി ബാരമ്മ നമ്മമ്മ നീ സൗ. ഓക്കെ, അതൊരു കൈ എടുക്കാം. അടുത്തത് നമുക്കൊന്ന് കറങ്ങി തിരിച്ചു വരാം. ഭാഗ്യത ലക്ഷ്മി ബാരമ്മ നമ്മമ്മ നീ സൗ. അമ്മ, ഓക്കെ, നമ്മമ്മ നീ സൗ. അതൊക്കെ വേണമെങ്കിൽ എടുത്താൽ മതി. നമ്മമ്മ നീ സൗ. അടുത്തത് ഇങ്ങോട്ട് ഭാഗ്യത ലക്ഷ്മി ബാരമ്മ ബാരമ്മ. ഇതിൻ്റെ ഇടയിൽ ഈ ബാരമ്മ വരാനാണ് പറയുന്നത്. ലക്ഷ്മിയെ നമ്മൾ ക്ഷണിക്കുകയാണ് കേട്ടോ. അപ്പം അത് എവിടെയെങ്കിലും അതും കൂടി ഒന്ന് ഉൾപ്പെടുത്തിയെടുക്കാം. അതായത് ഭാഗ്യത ലക്ഷ്മി ബാരമ്മ നമ്മമ്മ നീ സൗ നമ്മമ്മ നീ സൗ. ഒരു ദിത്തത്തെ പഠിച്ച് തീർക്കാം. ഓക്കെ, എന്നിട്ട് ഭാഗ്യത ലക്ഷ്മി ബാരമ്മ ബാരമ്മ. അത് പാട്ടനുസരിച്ച് കളിച്ചോളൂ കേട്ടോ. ഇപ്പം ജയശ്രീ രാജീവിൻ്റെ മാഡത്തിൻ്റെ പാട്ടുകൾ അതിൽ ആ ഇടയ്ക്കുള്ള ആ ബിറ്റ് അത് സെയിമാണ്, എല്ലായിടത്തും സെയിമാണ്. അപ്പോൾ ഒരേ പാറ്റേൺ ആണ്. അതുകൊണ്ട് നമുക്കത് സംശയമില്ലാതെ കളിക്കാം. അപ്പം ഞാൻ എപ്പോഴും പിള്ളേരോട് പറയും, എളുപ്പത്തിൽ കളിക്കാൻ നമ്മൾ അടവുകൾ ഓർത്ത് വയ്ക്കുക. അപ്പം അതായത് ഒന്നാമത്തെ ബിറ്റ്, 5ാമത്തെ നാട്ടടവ് 2 പ്രാവശ്യം ഉണ്ട് അതല്ലേ. ഞാൻ പാട്ടിൻ്റെ ട്യൂണിൽ പോയാ ഒന്നുകൂടെ 3, 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. അതൊന്ന് 2 പ്രാവശ്യം ഉണ്ട്. അത് ഇങ്ങനെ ട വരണത് അല്ലേ. അപ്പോൾ അത് തന്നെ അല്ല, അടുത്തതിലേക്ക് പോവാൻ 6ാമത്തെ അടവ്, 6ാമത്തെ കൂടെ കളിക്കാം. 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. കൈവിടെ സോറി തക്കിട്ട 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 ധിത്ത് തൈ തക്കിട്ട 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 ധിത്ത് തൈ. ഓക്കെ, ആദ്യം ഇപ്പുറത്തേക്ക് എടുത്താൽ നിങ്ങൾക്ക് വലത്ത് കാലിൽ ധിത്ത് തൈ വരും. എങ്ങനെ വെള്ളം ചെയ്യാം. തദ തത്തത തദ തത്തത തദ തത്തത തദ തദ തദ. ഇത് സെയിം ബിറ്റാണ് കേട്ടോ. തദദ 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 തദ 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 തദദ തദദ. ഇത്രയും വരെ. അപ്പോൾ 5ാമത്തെ നാട്ടടവ്, 6ാമത്തെ നാട്ടടവ്, പിന്നെ ഇപ്പം ഈ പറഞ്ഞ തക്കിട്ട 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 വരണം. അടുത്തത് അതിൻ്റെ അനുപല്ലവി. ഗജ്ജകാൽകള ധ്വനിയ തോരുത ಹೆಜ್ಜೆಯ ಮೇಲೆ ಹೆಜ್ಜೆಯ ನಿಕ್ಕುದ ಸಜ್ಜನ ಸಾಧು ಪೂಜೆಯ ವೇಳೆಗೆ ಮಜ್ಜಿಗೆಯೊಳಗಿನ ಬಣ್ಣೆಯಂತೆ ഭാഗ്യത ലക്ഷ്മി ബാരമ്മ. അതായത് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ദേവി നടന്നു വരുമ്പോൾ നമ്മൾ അതിൻ്റെ കാല് ചെലമ്പോൾ അതിൻ്റെ ശബ്ദം കേൾക്കുകയാണ്. എന്നിട്ട് ഒരു കാലിൻ്റെ മേളിൽ മറ്റത് വച്ചിട്ട് ദേവി നിൽക്കുകയാണെന്ന്. അപ്പോൾ നല്ല ആൾക്കാർ, മനസ്സിൽ നന്മയുള്ളവർ പൂജ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണോ നമ്മൾ വെണ്ണ കടയുമ്പോൾ അല്ലെങ്കിൽ തൈര് കടയുമ്പോൾ വെണ്ണ വരുന്നത്, അത് എന്താണെന്ന് വെച്ചാൽ വെണ്ണയാണ് അതിനകത്ത് ഏറ്റവും ക്രീമായിട്ടുള്ളത്, ഏറ്റവും സത്ത്. അപ്പം അത് വരുന്നത് പോലെ പൂജിക്കുന്ന സമയത്ത് അമ്മേ നീ വരൂ എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇപ്പം ഗജ്ജ കാൽക്കള ധ്വനിയ തോരുത മേക്കിംഗ് ജിംഗ്ലിംഗ് സൗണ്ട്സ് ഓഫ് യുവർ ആംക്ലെറ്റ്സ്. ഈ കാലിൻ്റെ തളയുടെ ശബ്ദം കേൾപ്പിച്ചുകൊണ്ട് ഇത് പിടിക്കേ.
3, 4 ഗജ്ജകാൽദള ധ്വനിയ തോരുത. ഓക്കെ 3, 4 ഗജ്ജകാൽദള ധ്വനിയ തോരുത. എന്നിട്ട് നമ്മുടെ ഗജ്ജയമേലെ ഗജ്ജയനിക്കുത. എൻ്റെ കാലേ കളിക്കാൻ പറ്റണല്ല ഇതാ. അപ്പോൾ ആദ്യത്തെ 3, 4 ഹെജ്ജകാൽകള ധ്വനിയ തോരുത ഹെജ്ജയമേലെ ഹെജ്ജയനിക്കുത. സജ്ജന സാധു, നല്ല മനസ്സുള്ളവർ. സജ്ജന ഇവിടെ സാധു എന്നുള്ളത് ബ്രാഹ്മൺസ് എന്നുള്ള അർത്ഥത്തിലും കൂടെ ഉപയോഗിക്കാം കേട്ടോ, പൂജാരിമാർ എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കാം. സജ്ജന മനസ്സിൽ, അല്ലെങ്കിൽ വേണ്ട ഇവിടെ എടുക്കും. സജ്ജന സാധു, സാധു സജ്ജന സാധു പൂജയ വേളകെ, പൂജിക്കുന്ന വേളയിൽ, പൂജയ വേളകെ. മജ്ജികയൊളകിന ബെണ്ണേ എന്തേ, ഇങ്ങനെ അതായത് ധിത്തൈ 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 വെണ്ണ എടുത്ത് വച്ചിട്ട് നമ്മൾ എടുത്ത് വച്ച് കാണിക്കുകയാണ്, ഇതുപോലെ വരിക. ഓക്കെ, അപ്പോൾ മജ്ജിക ഒളകിന ബെണ്ണേ എന്തേ വരിക. ഓക്കെ, എന്നിട്ട് ഭാഗ്യതലക്ഷ്മി ബാരമ്മ 4 എന്നിട്ട് അതിൻ്റെ തട്ടുമിട്ടാണ്. 3, 4 തക്ക ധിമ്മി 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 തൈ തൈ ഇത് തൈ. ഇത്ര ഒരുമിച്ച് വരണം കേട്ടോ, ഒറ്റയടിക്ക് വരണം. എന്നിട്ട് പിന്നെ ഭാഗ്യതലക്ഷ്മി. അപ്പം നമ്മൾ ഭാഗ്യതലക്ഷ്മി ബാരമ്മ നമ്മമ്മ നീ സൗഭാഗ്യത ലക്ഷ്മി ബാരമ്മ ബാരമ്മ. 3, 4 അടുത്ത ബിറ്റ്. അപ്പം നമ്മൾ 5ഉം 6ഉം നാട്ടടവ് കളിച്ചു. 1, 2 കളിച്ചു. 3, 4 1, 2, 3, 4 1, 2, 3, 4. എനിക്ക് തോന്നുന്നു അത്രേ ഉള്ളൂ അല്ലേ? എന്നിട്ട് അന്ന് തിരിഞ്ഞ് 3, 4 1, 2, 3, 4 1, 2, 3, 4. ഓക്കെ, എന്നിട്ട് നമ്മൾ ആദ്യം എടുത്തത് വേണമെങ്കിൽ സെയിം തന്നെ നമുക്ക് കളിക്കാം, കാരണം അത് ആ മ്യൂസിക് റിപ്പീറ്റ് ചെയ്യുമ്പം സ്റ്റെപ്പ് നമുക്ക് വേണമെങ്കിൽ റിപ്പീറ്റ് ചെയ്യാം. തക്കിട്ട 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 ധിത്ത് തൈ തക്കിട്ട 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 ധിത്ത് തൈ തദ തത്തദ തത്തദ തദ 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 ത. അതെടുക്കാം. അതല്ലെങ്കിൽ കൈ ഇങ്ങനെ വരും. തക്കിട്ട 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 ധിത്ത് തൈ തക്കിട്ട 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 ധിത്ത് തൈ തദ തത്തദ തദ 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 തത്തദ തദ 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 ത. ഓക്കെ, അടുത്തത് കനകവൃഷ്ടിയ കരയുത ബാരെ മനേക മാനവ സിദ്ധിയ തോരെ ദിനകര കോടി തേജതി ഹൊലൈവ ജനകരായന കുമാരി ബാഗെ അല്ല ബേഗ. അതായത് കനകവൃഷ്ടിയ കരയുത ബാരെ, അതായത് അമ്മയുടെ കൈകൾ കൊണ്ട് കനകവൃഷ്ടി, കനകം എന്ന് വെച്ചാൽ സ്വർണം. അപ്പം നമ്മൾ ഇങ്ങനെ കാണിക്കും, സ്വർണത്തിൻ്റെ മഴ, മനസ്സിലായോ? കനകവൃഷ്ടി കരയുത ബാരെ, അത് തരാൻ, അതായത് നമുക്ക് സമ്പത്തും സ്വർണവും ഒക്കെ തരാൻ, അതാണ് ഉദ്ദേശിക്കുന്നത്. മനൈക മാനവ സിദ്ധിയ തോരെ, ഈ മനൈക എല്ലാവരുടെയും ആഗ്രഹങ്ങൾ തരിക, സാധിച്ചു തരുന്നു. ദിനകര കോടി തേജതി ഹൊലൈവ, ദിനകര കോടി 1 കോടി ദിനകരന്മാരുടെ തേജസ്സുള്ളവൾ, സൂര്യന്മാരുടെ തേജസ്സുള്ളവൾ. ജനകരായന കുമാരി ബേഗ, ജനകരാജന്റെ മകൾ, അതായത് സീത, സീതയായിട്ട് ജനിച്ചവളെ, ഓ ഡോട്ടർ ഓഫ് ജനക കം സൂൺ എന്നാണ് പറഞ്ഞത്. അപ്പം കനക കണ്ട നമ്മൾ ഇങ്ങനെ കാണിക്കും. എല്ലാം നമ്മൾ ഈ പഠിച്ചു വെച്ച മുദ്രകളല്ല, അല്ലാതെ കനകവൃഷ്ടിയ കരയുതബാരെ, അത് കൊടുത്തു വരാൻ. അപ്പം 3, 4 കനകവൃഷ്ടിയ കരയുതബാരെ മനൈക മാനവ സിദ്ധിയ തോരെ, അവരാഗ്രഹിച്ച ഇത് കേട്ടോ. അലപത്മം, ഇവിടെ നലപത്മം, ഇവിടം വരെ കൊണ്ടുവന്ന് അനുഗ്രഹം, ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തരാൻ. നമ്മൾ ബാക്കിലേക്ക് ഇറങ്ങിയ പോലെ മുമ്പിലേക്ക് കയറി വന്നു. 2 പ്രാവശ്യം ഉണ്ട് കേട്ടോ, സെയിം തന്നെ റിപ്പീറ്റ് ചെയ്ത് കളിക്കുക. കൈ 2 പ്രാവശ്യം എടുക്കുക. ദിനകര കോടി, ദിനകരൻ സൂര്യൻ. അപ്പോൾ ദിനകര കോടി,
കോടി, സൂചി പിടിച്ചിട്ട് ഒന്ന് കറക്കി, 1 കോടി എന്നുള്ള അർത്ഥത്തിൽ തേജതി ഹൊലൈവ. ജനക വേണ്ട, ജനകൻ ഇങ്ങനെ എടുത്തോ, ജനക രാജനകുമാരി ബാരേ. ഓക്കെ, സീത ദേവി എന്നുള്ള അർത്ഥത്തിൽ എടുക്കുകയാണ്. അത് നമുക്ക് 2 രീതിയിൽ എടുക്കാം. ജനകൻ്റെ മകൾ സീത എന്നുള്ള രീതിയിൽ എടുക്കാം, സീത ഇപ്പുറത്തെടുത്തോ എന്നെടുക്കാം. അതല്ലെങ്കിൽ രാമൻ വിവാഹം ചെയ്ത സീത എന്നുള്ള അർത്ഥത്തിലും എടുക്കാം. 2 രീതിയിലും നമുക്ക് കൈ ചെയ്യാം. അപ്പോൾ ഇനി അതിൻ്റെ തട്ടുമിട്ട് 3, 4 തക്ക ധിമ്മി 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 തെയ് തെയ് തെയ്. അല്ലെങ്കിൽ അത് മുഴുവനും എടുക്കുകയാണെങ്കിൽ മുഴുവനും എടുത്തോട്ടോ. അപ്പം എന്തായിരുന്നു അതിൻ്റെ തക്ക ധിമ്മി 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 തെയ് തെയ് തെയ്ന്ന് എടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ഓർമ്മ വന്നെ അനുസരിച്ച് കറക്റ്റ് ചെയ്തെടുത്ത് തട്ടുമിട്ട് തീർക്കുക. വീണ്ടും ഞാൻ ആദ്യം പറഞ്ഞു തെയ് തെയ് തേ ഭാഗ്യത ലക്ഷ്മി ബാരമ്മ നമ്മമ്മ നീ സൗഭാഗ്യത ലക്ഷ്മി ബാരമ്മ ബാരമ്മ തക്ക ജണ്ണു താം തക്ക ജണ്ണു താം തക്ക ജണ്ണു. അടുത്ത് അടവ് വരും. ഇപ്പം നമ്മൾ 7ാമത്തെയാണ് കളിച്ചത്. അടവൊക്കെ പഠിച്ച് വന്ന പിള്ളേർക്ക് വേണമെങ്കിൽ 8ാമത്തത് എടുക്കാം. അതല്ലെങ്കിൽ നമ്മൾ പരവലടവ് എടുക്കുക കേട്ടോ. ഞാനിത് ഓർക്കാനും കൂടെ എളുപ്പത്തിലാണ് പറഞ്ഞത്. അപ്പം മുമ്പിലേക്ക് ഇരിക്കണം. ഇങ്ങനെ എടുക്കാം. ഓക്കെ, നീ എന്ത് സ്റ്റെപ്പ് വേണമെങ്കിലും എടുക്കാം, കാരണം അവിടെ സെയിം ആണ്. തക്കിട്ട 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 തക്കിട്ട. ഇപ്പം നമ്മൾ ആദ്യം ഇങ്ങനെ എടുത്തു, ഇത് ഇങ്ങോട്ട് എടുത്തോ. തക്കിട്ട 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 ധത്ത് തൈ തക്കിട്ട 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 ധത്ത് തൈ തത 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 ത. ഇങ്ങനെ എടുക്കാം. ഓക്കെ, അടുത്തത് ഹത്തിത്തകലത ഭക്തരമനയലി നിത്യമഹോത്സവ നിത്യസുമംഗല. അതായത് ഈ ഇവിടെ ഡിവോട്ടീസിൻ്റെ അടുത്തത് ദേവിയെ പൂജിക്കുന്ന അവരുടെ എല്ലാം ഹൃദയത്തിൽ നിന്ന് പോകാതെ അവിടെ തന്നെ ഉറച്ചു നിന്ന് അവർക്ക് വേണ്ട അവരുടെ ഹൃദയത്തിൽ പ്രകാശിച്ചു കൊണ്ട് നിന്ന് എല്ലാ നന്മകളും കൊടുക്കുക. അതാണ് അടുത്തത്. അപ്പോൾ കാലേ ചെയ്തേ നീ എന്താ ഡിവോട്ടീസ് ഭക്തരമനയലി, എന്നിട്ട് ഹൃദയം കാണിക്കേണ്ടത് കണ്ട് ഹൃദയത്തിൽ നിത്യമഹോത്സവ നിത്യസുമംഗല. ഇവിടെ ഉദ്ദേശിക്കണം നമ്മുടെ സുമംഗല ആവാൻ അർത്ഥമില്ല കേട്ടോ. അപ്പം അവരുടെ ഹൃദയത്തിൽ എന്നും സന്തോഷം പ്രദാനം ചെയ്തുകൊണ്ട് നിൽക്കുക. ഓക്കെ, അപ്പം ഭക്തരമനയലി നിത്യമഹോത്സവ നിത്യസുമംഗല ഇത്രയും വരെ വരും. ഓക്കെ, സത്യമതോരുഹ സാധു സജ്ജനര്. ഇവിടെ എല്ലാം സാധു എന്ന് ഉദ്ദേശിക്കുന്നത് പൂജിക്കുന്നവർ എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പം സത്യം, സത്യമുള്ള ഹൃദയത്തോട് കൂടിയവർ മനസ്സിലായോ? സത്യവതോരുഹ, അങ്ങനെയുള്ള ഹൃദയമുള്ള എല്ലാവരും. 2 കൈയും എടുത്തോ. അങ്ങനെയുള്ള എല്ലാവരുടെയും ഉള്ളിൽ തിളങ്ങിക്കൊണ്ട് നിൽക്കുക. ആ ലാസ്റ്റ് ഇങ്ങനെ വരും. 2 ഇതും കൂടെ എടുക്കും. അപ്പോൾ അത് അതായത് സത്യവതോരുഹ സാധു സജ്ജനരെ പുത്തളി ഇങ്ങനെ എടുക്കാൻ. ആ ലാസ്റ്റ് 2 അങ്ങനെ വരണമെന്ന് കേട്ടോ. അത് കഴിഞ്ഞ് അതിൻ്റെ തട്ടുമിട്ട്. അപ്പോൾ അത് തക്കധിമ്മി 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 തെയ് ഇത്ര എടുത്താൽ മതി. ഓക്കെ, ഭാഗ്യത ലക്ഷ്മി. അത് വീണ്ടും അങ്ങനെ തന്നെ വരും. തെയ് ഭാഗ്യത ലക്ഷ്മി ബാരമ്മ
ബാരമ്മ 2 3 1 2 3 1 2 3 4 1 2 3 4. ഓക്കെ, ഇനി അടുത്തത് ഈ താത്ത ഇതേതോ ഒരെണ്ണം എടുത്ത് 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. അതെടുത്തു കഴിഞ്ഞാൽ വീണ്ടും തക്കിട്ട 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 ധിത്ത് തേ. അപ്പോൾ അതെ തക്കിട്ട 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 ധിത്ത് തേ തക്കിട്ട 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 ധിത്ത് തേ. രണ്ടെണ്ണം അങ്ങനെ എടുക്കുക. തത് 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 എടുത്ത് നീങ്ങി പോകണം. കൈ വലിച്ചു വെക്കുക, ഇങ്ങനെ മുമ്പിലോട്ട് പോലെ 3 4 തത് 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 തത്. അവിടെ അങ്ങനെ തീർക്കാം, തീർമാനം അങ്ങനെ എടുക്കാം. ഇനി അടുത്തത് സംഖ്യയില്ലത ഭാഗ്യവ കൊട്ടു കങ്കണ കയ്യ തിരുവത ബാരെ കുങ്കുമാങ്കിത പങ്കജലോചന വെങ്കടരമണന് ബിങ്കതറാണി. അതായത് സംഖ്യയില്ലത ഭാഗ്യവ കൊട്ടു. ഇപ്പം നമ്മൾ കാണിക്കുക സംഖ്യയില്ലത ഭാഗ്യവ കൊട്ടു, അതായത് സംഖ്യയില്ലാതെ എണ്ണമില്ലാതെ അനുഗ്രഹങ്ങൾ കൊടുത്തു. കങ്കണ കയ്യ തിരുവുതബാരെ, ഇത് വളയിട്ട് മനോഹരമായ കൈകൾ കൊണ്ട് എണ്ണമില്ലാത്തത്ര അളവ് അനുഗ്രഹം കൊടുത്തു എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം സംഖ്യയില്ലത ഭാഗ്യവ കൊട്ടു കങ്കണ കയ്യ തിരുവുതബാരെ 2 പ്രാവശ്യം കേട്ടോ. കുങ്കുമാങ്കിത പങ്കജലോചന. കുങ്കുമാങ്കിത നമ്മൾ തിരിച്ചും പിടിക്കൂ കേട്ടോ. കണ്ണാടി നമ്മൾ ഇങ്ങനെ അല്ലാണ്ട് അതിൻ്റെ ബാക്ക് സൈഡിലും ഉള്ള കണ്ണാടികൾ ഉണ്ടാവുകൊണ്ടാണ് കുങ്കുമാങ്കിത. അല്ലെങ്കിൽ ഇങ്ങനെ എടുക്കാം. അതല്ലെങ്കിൽ കുങ്കുമാങ്കിത പങ്കജലോചന വെങ്കടരമണന. ഈ വെങ്കടരമണൻ മഹാവിഷ്ണു. വെങ്കടരമണന വിങ്കടറാണി. റാണി മേളില് രാജാവ്, ഇവിടെ കടകാമുഖം. വിങ്കടറാണി ഭാഗ്യത ലക്ഷ്മി ബാരമ്മ 3 4 കുങ്കുമാങ്കിത പങ്കജലോചന വെങ്കടരമണന വിങ്കത തൈ ഭാഗ്യത ലക്ഷ്മി ബാരമ്മ നമ്മമ്മ നീ സൗഭാഗ്യത ലക്ഷ്മി ബാരമ്മ ബാരമ്മ. ഓക്കെ, അതാണ്. ഇനി ഒരെണ്ണോടെ ഉള്ളൂ. അപ്പോൾ ഇപ്പം നമ്മൾ താതേത 2 എടുത്തില്ലേ. അടുത്തതും താതേത വേണമെങ്കിൽ അത് ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് ഒന്ന് മാറ്റിയൊക്കെ ഇത് എങ്ങനെ വേണമെങ്കിലും കൊറിയോഗ്രാഫി ചെയ്യാൻ ഞാൻ എളുപ്പത്തിനാണ് ചെയ്യണമെന്ന് എപ്പോഴും എല്ലാ വീഡിയോയിലും ഞാൻ പറയും. കാരണം എല്ലാവർക്കും പഠിക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ത തെയ് തെയ് താ ധി തെയ് തെയ് താ. തിരിച്ചു വാ. 3 4 ഒന്നോടെ 3 4 വീണ്ടും തക്കിട്ട 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 ധിത്ത് തേ. നിങ്ങൾക്ക് ഞാൻ വേറെ എന്താ ഇട്ട് തന്നത് ഞാനിപ്പോൾ ഒന്നും ഓർക്കണില്ല. ഇതെല്ലാം നമുക്ക് തക്കിട്ട 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 ധിത്ത് തൈ തക്കിട്ട 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 ധിത്ത് തൈ. ഇതൊക്കെ എടുക്കാം. എനിക്കിപ്പം ഈ മുട്ടും വെച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. അടുത്ത് തക്കിട്ട് വേഗം പോകണം, വേഗം. തക്കിട്ട 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 ധിത്ത് തൈ തക്കിട്ട 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 ധിത്ത് തൈ. എടുത്ത് 3 4 തദ 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 തദ. കൈ ഇവിടെ, ഇതിവിടെ ഇവിടെ ഇവിടെ വരും. ഈ കൈ ഇങ്ങനെ കാല് പൊക്കി. ഓക്കെ, എന്നിട്ട് തദ തദ മുന്നോട്ടിരിക്കണം. മുന്നോട്ട് അങ്ങനെയല്ല, മുന്നോട്ടേക്ക് തദ 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 താ. കണ്ടോ, അങ്ങനെയൊക്കെ ചെയ്യാം. ലാസ്റ്റത്തെ സക്കര തുപ്പത കാലു ബെഹരിസി ശുക്രവാരത പൂജയ വേളയെ അക്കരയുള്ള
അളഗിരി രംഗന ചൊക്കപുരന്തര വിഠലന റാണി. ശുക്രവാരത്തിൽ, അതായത് വെള്ളിയാഴ്ച ശുക്രവാരത്തിൽ നമ്മൾ ദേവിയെ പൂജിക്കുന്ന സമയത്ത് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് തേനും പാലും പഞ്ചസാരയും നെയ്യും ഒക്കെ ഒഴുകട്ടെ എന്ന് വെച്ചാൽ സമ്പൽ സമൃദ്ധി ഉണ്ടാകട്ടെ എന്നാണ്. വെറുതെ ഒരു വാട്ടർ ടാങ്കിൽ കൊണ്ടെന്ന് വെച്ച് നെയ്യ് ഒഴുക്കിയിട്ട് കാര്യമില്ല. അപ്പം നമ്മുടെ ഇതൊക്കെ വിലയുള്ള സാധനങ്ങളാണ്. അപ്പം ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ നമ്മുടെ കയ്യിലുള്ള സമ്പത്ത് ഉണ്ടാവട്ടെ. അക്കരയുള്ള അഴകിരി രംഗൻ, അതായത് അക്കരയുള്ള അഴകിരി രംഗൻ മഹാവിഷ്ണു, അഴകിരി രംഗന് ചൊക്കപുരന്തര വിഠലറാണി, ഇത് തന്നെ അദ്ദേഹത്തിൻ്റെ രാജ്ഞിയായിട്ടുള്ളവളെ വരൂ എന്നാണ് പറയുന്നത്. അപ്പം ഇത് ശുക്രവാരത രണ്ടാമത് കിടക്കുന്ന ലൈനാണ്, പക്ഷെ നമ്മളത് ആദ്യം ചെയ്യേണ്ടി വരുമായിരിക്കും. എന്നാലും നോക്കാം. ഇങ്ങനെ എടുക്കുക. അതായത് ഇത് കുടം, മനസ്സിലായോ? ആ കുടത്തിലേക്കൊന്ന് പിടിച്ചിട്ട് അത് നടന്ന് എടുക്കാൻ, അതിങ്ങനെ ഒഴുകി കണ്ട ഒഴുകി പോവാണെന്ന്. ശുക്രവാരത പൂജയ വേളകെ. ശുക്രവാരം നമ്മൾ ഇങ്ങനെയൊക്കെ എടുക്കും. ഇത് ആ ദിവസം നക്ഷത്രം കാണിക്കാനൊക്കെയാണ്, അത്രയൊക്കെ നമ്മൾ പോകണ്ടായിരിക്കും. ശുക്രവാരത പൂജയ വേളകെ. അക്കരയുള്ള അഴകിരി രംഗന് ചൊക്കപുരന്തര, ആ കൈ പിടിച്ച് ചൊക്കപുരന്തര വിഠലന റാണി. വിഠലന റാണി നമ്മൾ ഓൾറെഡി റാണിയെ കാണിച്ചത് കൊണ്ടാണ് കേട്ടോ. വിഠലന റാണി ഭാഗ്യത ലക്ഷ്മി ബാരമ്മ 3 4 തക്കധിമ്മി 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 തക്കധിം തക്കധിമ്മി 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 ഭാഗ്യത ലക്ഷ്മി ബാരമ്മ നമ്മമ്മ നീ സൗ. അത് ആ പാട്ടിൽ അങ്ങനെയുണ്ട്, അവിടാണ് ഞാൻ അങ്ങനെ എടുത്തത്. നമ്മമ്മ സൗ. വീണ്ടും ഒന്ന് കറങ്ങി വരിക. ലക്ഷ്മി ബാരമ്മ ഭാഗ്യത 3 4 ഭാഗ്യത 3 4 ഭാഗ്യത ലക്ഷ്മി ബാരമ്മ നമ്മമ്മ നീ സൗഭാഗ്യത ലക്ഷ്മി ബാരമ്മ രമ്മ. തക്ക ജെണ്ണു താം തക്ക ജെണ്ണു താം തക്ക ജെണ്ണു തക്ക ജെണ്ണു താം തക്ക ജെണ്ണു താം തക്ക ജെണ്ണു തക്ക ജെണ്ണു താം തക്ക ജെണ്ണു താം തക്ക ജെണ്ണു താം. അങ്ങനെ നമുക്ക് തീർക്കാം. അപ്പോൾ എനിക്ക് വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാതെ ഞാൻ ചെയ്തു വച്ചത് എനിക്ക് മനസ്സിലായതാണ് അർത്ഥം. നിങ്ങൾ ഇത് ഒന്നാമത് നമ്മുടെ ഭാഷയല്ലാത്തൊരു കൃതിയാണ്, അതിൽ നിന്ന് പറ്റുന്ന പോലെ മനസ്സിലാക്കി ചെയ്താണ്. ചിലപ്പോൾ വ്യത്യാസമൊക്കെ ഉണ്ടാവാം, നിങ്ങൾ പഠിച്ച് ചെയ്യുക. അപ്പോൾ നവരാത്രിക്ക് ഇനിയും സമയമുണ്ട്, ഇത് പഠിക്കാൻ സമയമുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് ഇട്ടേക്കാം. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. കീപ് സപ്പോർട്ടിങ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇതിങ്ങനെയുള്ള പരിപാടികളൊക്കെ ആചാരങ്ങളൊക്കെ മുറയ്ക്ക് നടത്തിക്കൊള്ളുക, പറഞ്ഞില്ലെങ്കിലും. ഓക്കെ, സോ താങ്ക് യു. ഒരു വീഡിയോ കൂടെ ദേവിയുടെ ഞാൻ അടുത്ത ആഴ്ചയ്ക്കുള്ളിൽ അപ്ലോഡ് ചെയ്തേക്കാം. സോ താങ്ക് യു സോ മച്ച്.